ഈ ഉപ്മാവ് എന്ന് പറയുമ്പോൾ ഒരുവിധ ആൾക്കാർക്കൊന്നും അത്ര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയൊക്കെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത്, 1/4 കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തത്, 1/4 കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കത്തിന് പകരം നമുക്ക് ബീൻസ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി വെള്ളം ഒന്നും ചേർക്കാതെ പേസ്റ്റ് ആക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് മസാലയുടെ കുത്തൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് തിളപ്പിക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇതിലേക്ക് 1/4 കപ്പ് വറുത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്കിത് മൂടി തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടി അടച്ച് വെക്കാം. അതിനുശേഷം വീണ്ടും മൂടി തുറക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് കൂടി അടച്ചു വെക്കാം. പിന്നെ നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. ഒരു ചൂട് കട്ടൻ്റെ കൂടെ രാവിലെ ആയാലും രാത്രിയിലായാലും ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.